ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാമത്തെ വാക്യം. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും വാക്കുമായിരുന്ന സാഹചര്യത്തിൽ ഒരു കൂട്ടം ജനം കിഴക്കോട്ട് സഞ്ചരിച്ച് ശീനാർ ദേശത്തെത്തി സമഭൂമിയിൽ ഒരുമിച്ചിരുന്ന് എടുക്കുന്ന തീരുമാനത്തിന്റെ പ്രവർത്തി തലത്തിലേക്കുള്ള ഈ പുറപ്പാടാണ് വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3 കാര്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. പേരുണ്ടാക്കാനുള്ള പുറപ്പെടലുകൾ തകർച്ചയിലേക്ക് നയിക്കും. ഇവിടെ അവരുടെ ആഗ്രഹം ഒരു പേരുണ്ടാക്കുക എന്നതായിരുന്നു. പേര് നാം ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, സർവശക്തനായ ദൈവം തരേണ്ടതാണ്. പരിശുദ്ധ വചനം ചില വ്യക്തികളെ പരിചയപ്പെടുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു: ദൈവം പറഞ്ഞതനുസരിച്ച് ഇറങ്ങിത്തിരിച്ച് ദൈവം പറഞ്ഞ പ്രകാരം കേട്ട് നടന്ന അബ്രാം എന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ച അബ്രഹാം ആക്കിയത് നമുക്ക് കാണാം. യാബോക്ക് എന്ന കടവിൽ ദൈവത്തോട് അല്ലെങ്കിൽ ദൈവദൂതനോട് മല്ല് പിടിച്ച യാക്കോബ് എന്ന മനുഷ്യനുണ്ട്. നേരം പുലരുമ്പോൾ എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കുന്നത് യാക്കോബ് എന്നല്ല നിന്റെ പേർ, ഇസ്രായേൽ എന്ന് അവിടെ നമുക്ക് കാണാം. പത്രോസ് എന്ന ശിഷ്യനെ നമുക്ക് സുപരിചിതമാണ്. അവനെ നോക്കി കർത്താവ് ഇങ്ങനെ പറയും: നിന്റെ പേര് ഇനി ശീമോൻ എന്നല്ല, പത്രോസ് എന്നാകുന്നു. പ്രിയമുള്ളവരെ, പേര് നാം ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. നമ്മുടെ സമർപ്പണത്തിലൂടെയും ദൈവം പറയുന്ന വചനപ്രകാരമുള്ള അനുസരണമുള്ള ജീവിതത്തിലൂടെയും നാം ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് തരേണ്ടതാണ്. ആ പേരിന് വേണ്ടി നമുക്ക് വിനയപ്പെടാം. നാം പേരുണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചാൽ ബാബേൽ തകർന്നതുപോലെ നമ്മുടെ ആ ശ്രമങ്ങളും തകർന്നു പോകും. 2, ഇത് ദൈവകൽപ്പനയോടുള്ള മത്സരം ആയിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ധ്യാനിക്കാം: ദൈവകൽപ്പനയോടുള്ള മത്സരം അരുത്. ഇവിടെ പറയുന്നത് ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക. ശീനാർ ദേശത്ത് അവർ വന്നിട്ട് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു, ഒരിടത്തിരിക്കുന്നു. പരിശുദ്ധ വചനം ഇപ്രകാരം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലാണ്. അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. ഭൂമിയിൽ നിറഞ്ഞ് ദൈവം മനുഷ്യനെ പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവാനാണ് കൽപ്പിച്ചു എന്നാണ് ആ വാക്യം അവസാനിക്കുക. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നാൽ ഇവിടെ ഒരു കൂട്ടം മനുഷ്യർ ശ്രമിക്കുന്നത് ഒരിടത്ത് കുടിയിരിക്കാനാണ്, അല്ലെങ്കിൽ ഒരു സമഭൂമിയിൽ ഒരു പട്ടണമുണ്ടാക്കി അവിടെ തന്നെ ചുറ്റിപ്പറ്റി ജീവിക്കാനാണ്, നിറയുവാൻ അല്ല. പ്രിയമുള്ളവരെ, ഇത് ദൈവവചനത്തിനോടുള്ള ദൈവകൽപ്പനയോടുള്ള മറുതലിപ്പും അല്ലെങ്കിൽ മത്സരവും ആണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കൂടെ കണ്ടെത്താം: അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. ഒരിടത്ത് കുടിയിരിക്കുവാൻ ആഗ്രഹിച്ച് പട്ടണം പണിയാനും ഗോപുരം പണിയാനും ഒരുമിച്ച് വന്നവർ ഇതാ ദൈവത്താൽ ചിഹ്നിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ചിതറിക്കപ്പെടുന്നു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. 9-ാം വാക്യം: സർവ്വഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വച്ച് കലക്കിക്കളകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. ഇനി ശ്രദ്ധിക്കുക, യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. ദൈവം ഭൂമിയിൽ പെറ്റുപെരുകി നിറയുവാനാണ് കൽപ്പിച്ചത്. കൽപ്പനയ്ക്ക് വിരുദ്ധമായി, അതിന് വിപരീതമായി ഒരിടത്ത് കുടിയിരിക്കുവാൻ അവർ ശ്രമിച്ചപ്പോൾ, ഒരിടത്തിരുന്ന് പട്ടണം പണിഞ്ഞ് പേരുണ്ടാക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവകൽപ്പന അത് നിറവേറുന്നതിന് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് ചെയ്യേണ്ടത് ഭംഗിയായി ചെയ്യുന്നു. അതുകൊണ്ട് ദൈവവചനത്തോടോ കൽപ്പനയോടോ ഒരിക്കലും മത്സരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിന് പരാജയത്തിന് കാരണമായി തീരും എന്ന് തിരിച്ചറിയുക. 3, ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം: ദൈവമില്ലാത്ത പ്രയത്നങ്ങളൊക്കെയും വിട്ടുകളയേണ്ടി വരും. ഇവിടെ വചനം 8-ാം വാക്യം അവസാനം ഇങ്ങനെ പറയുന്നു: അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. പട്ടണം പണിയുന്നത് അവർ വിട്ടുകളയേണ്ടി വന്നു. പ്രിയമുള്ളവരെ, ദൈവമില്ലാത്ത പ്രയത്നങ്ങളൊന്നും
പൂർണ്ണമാകുന്നില്ല എന്ന് ഈ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. ദൈവം ഒപ്പമുണ്ട് എങ്കിൽ പൂർണ്ണമാകും. ദൈവം നമുക്ക് വേണ്ടി പണിയും. അങ്ങനെയെങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. യെരിഹോ ദൈവമില്ലാത്ത അനുഭവമായിരുന്നു. യെരിഹോ മതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇടിഞ്ഞു വീഴുന്നു. സോദോം ഗൊമോറ ദൈവമില്ലാതെ മനുഷ്യൻ ഉണ്ടാക്കി ഉയർത്തിയതാണ്. അതിനെ ദൈവം തീയും ഗന്ധകവും കൊണ്ട് ഇല്ലാതാക്കി കളയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ കൂടാതെ പ്രയത്നിക്കുന്നതൊക്കെ വിട്ടുകളയേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും. ദൈവത്തെ കൂടാതെ ലോത്തും ഭാര്യയും മക്കളും ഉണ്ടാക്കിയതൊക്കെ വിട്ടുകളഞ്ഞ് നടക്കേണ്ടി വന്നില്ലേ? അങ്ങനെയെങ്കിൽ വ്യക്തമായി തിരിച്ചറിയുക, ദൈവമില്ലാത്ത നമ്മുടെ പഠനം, ദൈവമില്ലാത്ത നമ്മുടെ അധ്വാനം, ദൈവമില്ലാത്ത നമ്മുടെ കുടുംബം, ദൈവമില്ലാത്ത നമ്മുടെ യാത്രകൾ, ദൈവമില്ലാത്ത നമ്മുടെ ജീവിതം, ദൈവമില്ലാത്ത നമ്മുടെ കരിയർ, ഇതൊക്കെ ഒരുപക്ഷെ വിട്ടുകളയേണ്ടി വരും. അതുകൊണ്ട് ദൈവം കൂടെ ഉണ്ടായേ തീരൂ. ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, പേരുണ്ടാക്കുവാനും പെരുമയുണ്ടാക്കുവാനും മനുഷ്യർ ഈ ലോകത്തിൽ നെട്ടോട്ടം ഓടുമ്പോൾ ഞങ്ങൾ നിന്റെ തിരുപാദപീഠത്തിൽ വിനയപ്പെട്ടുകൊണ്ട് അങ്ങയുടെ തിരുഹിതത്തിന് വേണ്ടി, തിരിച്ചറിവിന് വേണ്ടി പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുവാനും ആ തിരിച്ചറിവിൽ ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങനെ ഞങ്ങൾക്ക് പേര് തരുന്ന, ഞങ്ങൾക്ക് വേണ്ടി പണിയുന്ന, തിരുഹിതം അനുസരിക്കുമ്പോൾ ഞങ്ങളെ ഉയർത്തുന്ന ആ ദൈവത്തിന്റെ കൃപ അനുഭവിപ്പാൻ സഹായിക്കണമേ. ആമേൻ.